വെറുതെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങോട്ട് വിട്ട സാധനം വെറുതെ കുറെ എഴുതിയിട്ട് വിട്ട് കഴിഞ്ഞ് 2 ആഴ്ച അവിടെ ഇരിക്കും. സെക്രട്ടറിക്ക് ചെയ്യാലോ, ഇവിടുത്തെ സുപ്പീരിയർ ഓഫീസറല്ലേ. ആ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് MA വിളിച്ചു വരുത്തി, ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഇത് എന്താക്കെ ചെയ്യുന്നതിന് കറക്റ്റ് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പൊ കാര്യങ്ങൾ ചെയ്യായിരുന്നില്ല. എന്തുകൊണ്ട് ഇത് എല്ലാത്തിനും നോട്ട് ചെയ്ത് എല്ലാവർക്കും തിരിച്ചയക്കണു? ഇത് ഏതാണ്ട് പന്ത് എറിഞ്ഞിട്ട് തിരിച്ചു വരുന്ന കാര്യ. ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഫയൽ ചെന്ന് അവിടുന്ന് തിരിച്ചു ഇങ്ങോട്ട് ഇവിടുന്ന് ഒരു വീക്ക് അങ്ങോട്ട് വീക്ക്. ഇത് അങ്ങോട്ട് ഇങ്ങനെ വീണ് ബാസ്കറ്റിൽ വീഴുന്നില്ല. ബാസ്കറ്റിൽ വീണാലല്ലേ മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പോയിന്റ് ആവുള്ളൂ. ഇത് വീഴുന്നില്ല. ഇത് ജനങ്ങളെ ഇത് നോക്കി വായും വിളിച്ച് നിൽക്കുക. അപ്പൊ ഇതിനൊരു തീരുമാനം ഉണ്ടാവണം കൃത്യമായിട്ട്. ഇത് ക്രിമിറ്റോറിയം പോലുള്ള വിഷയങ്ങൾ ഇങ്ങനെ അതീവ ഗൗരവമായിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. എന്റെ ബോഡി നിങ്ങൾ കഴിക്കാനാണ് അവിടെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പവിത്രതയോടുകൂടി പുണ്യ കർമ്മങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവരുന്ന ബോഡിയാ. അതിന് ഇത്രയും ഗൗരവമില്ലാതെ കാണാൻ സാധിക്കില്ല. ഏതൊരു ഉദ്യോഗസ്ഥനായാലും ഇത്തരം കാര്യങ്ങളിൽ ഗൗരവപൂർവമായിട്ടുള്ള നടപടി തീർത്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ക്രിമിറ്റോറുമായി ബന്ധപ്പെട്ട് അവിടെ ഹൈന്ദവ വിശ്വാസികള് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മൃതദേഹം കൊണ്ടുവയ്ക്കുന്ന ആ ചാലക്കുടി ക്രിമിറ്റോറിയത്തിനകത്തുള്ള വലിയ പ്രശ്നങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. കൗൺസിൽ പറഞ്ഞത് കുറെ ദിവസങ്ങളായിട്ട് അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇവിടെ പരാതിപ്പെട്ടെന്ന് പറയുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ. പക്ഷെ ഈ വിഷയത്തില് വേണ്ട ഗൗരവം കാണിച്ചിട്ടില്ലാത്ത ഒരു ആക്ഷേപമാണ്. ഞാനല്ല പറഞ്ഞത്, എന്റെ കൂട്ടത്തിലിരിക്കുന്ന ആൾക്കാരല്ല പറഞ്ഞത്. ഇവിടെ ഭരണകക്ഷികൾ കൗൺസിലർ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ചേംബർ അവിടെ വർക്ക് ചെയ്യണില്ല. 3 ചേംബറില് അതിന്റെ ബ്ലോവർ ഈ പുക പോണ കൊള്ളില് അത് വർക്ക് ചെയ്യണില്ല. മോട്ടർ വലിക്കുന്നില്ല, പുക വലിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്ന കരി കൂടും. കരി ആയിരുന്ന വിഷയം കഴിഞ്ഞ നമ്മൾ കണ്ടതല്ലേ. ഒരു പുകക്കോട് വീണിട്ട് വലിയ നാശനഷ്ടം ഉണ്ടായതോടൊപ്പം തന്നെ 4-5 മാസക്കാലം ഇവിടെ ഹൈന്ദവ വിശ്വാസികളായ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മൃതദേഹം കൊണ്ടതിന്റെ തൃശ്ശൂർക്കോ കൊരട്ടിക്കോ അടിച്ചിരിക്കോ അങ്ങനെയുള്ള വിശ്വാസിക്ക് കൊണ്ടൊരു അവസര. അതും അവരുടെ സമയം കണ്ടെത്തിക്കൊണ്ട് സമയം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം അത് നോക്കി നിൽക്കുന്ന ദേഹം ധരിപ്പിക്കേണ്ട അവസ്ഥ വന്നു. വളരെയധികം പ്രയാസങ്ങളുണ്ടാകും നമുക്കെല്ലാവർക്കും. ഇത് പാസ് ചെയ്തിരിക്കുക പോണേ. ഇപ്പൊ അവിടെ ക്രിമിറ്റോറിയത്തിനകത്ത് വിഷയമുണ്ട്. എത്ര ദിവസം എത്ര കാലം ഇവിടെ പറയുന്നത് ഞാനല്ല പറഞ്ഞത്, ഭരണകക്ഷിയിലെ കൗൺസിലറാണ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. എന്തും നടപടി എടുത്തിട്ടുണ്ട് ഈ കാര്യത്തിനകത്ത്. ബന്ധപ്പെട്ട ചെയർപേഴ്സൺ നടപടി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ ക്രിമിറ്റോറിയം വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഈ പുകക്കുഴൽ വീഴാൻ നോക്കി കുത്തിരുന്ന ചില ഭരണകർത്താക്കളുണ്ട്. വലിയ വലിയ ഡയലോഗുകൾ അടിച്ചിരിക്കുന്ന സമയത്താണ് ഈ പുകക്കുഴൽ വീഴണത്. ഏത് ക്രിമിറ്റോറിയത്തിൻ്റെ എന്തായിരുന്നു അതിൻ്റെ കാരണം? അതിൻ്റെ മെയിൻ്റനൻസ് ഏൽപ്പിച്ചിരുന്ന ആളുകൾക്കൊന്നും കൃത്യമായിട്ട് പണം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ബ്ലോഗറുകൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവസാനം എന്ത് പറ്റി? ഇത് വീണ് കഴിഞ്ഞിട്ടാണ് ഈ സാധനം എങ്ങനെയെങ്കിലും ശരിയാക്കണമെന്നുള്ള ബോധ്യം വന്നത്. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ശരിയാക്കിട്ടോ. അതിൻ്റെ പിന്നിൽ മാധ്യമപ്രവർത്തകരുടെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ പുകക്കുഴൽ വീഴാൻ വേണ്ടി നോക്കിയിരിക്കുന്ന അത് വീഴാൻ വേണ്ടി നോക്കിയിരുന്ന ഒരു ഭരണകാലഘട്ടം ചാലക്കുടി നഗരസഭയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ സംഭവം എന്നറിയോ? ചാലക്കുടി നഗരസഭാ ഭരണസമിതിയിലെ ഭരണപക്ഷത്തുള്ള വത്സൻ ചമ്പക്കര, കഴിഞ്ഞ തവണത്തെ കൗൺസിലറായിട്ടുള്ള ഇത്തവണത്തെ കൗൺസിലറായിട്ടുള്ള വത്സൻ ചമ്പക്കര, അദ്ദേഹം വളരെ ഗൗരവമായിട്ടൊരു കാര്യം ഉന്നയിച്ചേക്കാണ്. ഈ ക്രിമിറ്റോറിയത്തിലേക്ക് കടന്നു എനിക്ക് പലതവണ തോന്നിയിട്ടുള്ള സംഭവമാണ്. പലരും എന്നെ വിളിച്ച് പറഞ്ഞിരുന്ന സംഭവമാണ്. നമ്മുടെ ഈ ബോഡി അവിടെ കൊണ്ടുവന്ന് അവിടെ ക്രിമിറ്റോറിയത്തിൽ വെക്കുന്ന സമയത്ത് ഇത് ഓണാക്കിയതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സ്മെല്ല് വരാണ് അവിടെ. എങ്ങനെയാണ് ഈ സ്മെല്ല് വരുന്നത്? ഈ സ്മെല്ല് വരുന്നത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ബ്ലോഗറുകൾ വർക്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണത്. ഇത് ഈ പുകക്കുഴൽ വെക്കുന്ന സമയത്ത് തന്നെ ചില മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഇത് 3 ടണ്ണാക്കി മാറ്റണം എന്നുള്ളൊരു പ്രധാന കാര്യം. ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഏറ്റവും വിചിത്രമായ സംഭവം, ഈ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ UDFൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ മുൻ നഗരസഭാ ചെയർമാനുമായിട്ടുള്ള ഷിബു ആലപ്പൻ പറഞ്ഞത് ഇപ്പോൾ AMC ഇല്ല എന്നാണ്. അതായത് ഇതിന് ഏൽപ്പിച്ചിരുന്ന ഒരു ഷാജു എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട് ആലുവയിലെ, അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ വലിയ കാശ് കൊടുക്കാണ്ടായിട്ടാണ് അദ്ദേഹം വരേണ്ടിയിരുന്നത്. ഇപ്രാവശ്യം അദ്ദേഹം AMC ആയിട്ട് എടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഈ AMC ഇല്ലാണ്ട് ഈ ക്രിമിറ്റോറിയത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിട്ട് കിടക്കായിരുന്നു. ഇത് കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്യണം. ഇതിപ്പോൾ ഇവിടെ എന്താ നടക്കുന്ന സംഭവം? ഇവിടെ സൂത്രത്തിക്കൂടെ ഓട്ടടിക്കാൻ നോക്കുക. വത്സൻ ചമ്പക്കര ഈ വിഷയം കൃത്യമായി തന്നെ പഠിച്ചുകൊണ്ട് ഈ വിഷയം അവതരിപ്പിച്ചു. ഇത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ നോക്കാൻ പോയിരുന്നില്ല. കാരണം ഇത് വീണ്ടും ഒടിഞ്ഞു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഹൈടെക് കസാര മനുഷ്യന്മാർ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും പോകില്ല. വീഴാൻ വേണ്ടി നോക്കിയിരിക്കില്ലല്ലോ നല്ല ഭരണസമിതി അംഗങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ടും വത്സൻ ചമ്പക്കര ഈ വിഷയം അടിയന്തരമായിട്ട് ഉന്നയിച്ചു. ഇപ്പോൾ ക്രിമിറ്റോറിയത്തിൽ നിന്നും സ്മെല്ല് വരുന്നുണ്ട്, വല്ലാത്ത സ്മെല്ല് വരുന്നു. അതുപോലെ തന്നെ ഇവിടെ ബോഡി കൊണ്ടുവരുന്ന ആളുകൾ ഇത് കരിച്ച് കളയാനാണോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹം കൊണ്ടുവരുന്നത്? വല്ലാത്ത സ്മെല്ലാണ് അവിടേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ 2 വട്ടം ചെന്നപ്പോഴുണ്ടായി. ഇത് ഈ പോക്കൊണ്ടുള്ളിൽ കരി പിടിച്ച് ഈ സാധനം തുളകൾ വീഴും. അങ്ങനെയാണ് ഇത് ഒടിഞ്ഞു വീഴുന്നത്. ഇത് ഒടിഞ്ഞു വീണതിൻ്റെ മേൽക്കൂര എപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഒരാൾ പോലും ഈ വിഷയത്തിൽ ഇടപെടാനോ പിടിക്കാനോ ഒന്നുമില്ല. ഇത് എന്തായാലും വത്സൻ ചമ്പക്കര ഈ വിഷയം അവതരിപ്പിച്ച് തന്നായി. ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അദ്ദേഹം പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ചില ഫയലുകൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അയച്ചു.
അപ്പോൾ എന്ത് ചെയ്യും? ഈ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത് തിരിച്ചയക്കും. നമ്മൾ ഈ പന്ത് എടുത്തിട്ട് ഈ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ നിങ്ങൾ കണ്ടോ, പന്ത് എടുത്തിട്ട് ഇങ്ങനെ വീക്കും, തട്ടി തിരിച്ചു വരും, തട്ടും തിരിച്ചു വരും. വത്സൻ ചമ്പക്കര അതിൽ പറയുന്നത് ചിലതാണ് ബാസ്ക്കറ്റിൽ വീഴുള്ളൂ. എത്ര ഗതികെട്ട സംഭവം നോക്കിയാൽ. ഒരു ഭരണകക്ഷിയിൽപ്പെട്ട ഒരു കൗൺസിലർക്ക് ഇതുപോലെ പറയേണ്ട വന്നു. ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യാനായിട്ടുള്ള സംഗതിയല്ലേ? ഈ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ പിടിച്ച് പ്രവർത്തിപ്പിക്കേണ്ട ആരാ? ഈ നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ. കഴിഞ്ഞ തവണയും ഒരു കോപ്പും ചെയ്യില്ല, ആരും പണക്കില്ല, ഒരു അഭിപ്രായവും പറയില്ല. അതാണോ ഒരു ഭരണാധികാരിക്ക് ഉണ്ടാവേണ്ടത്? വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ഇടപെടണ്ടേ? പ്രതിപക്ഷ നേതാവ് ജില്ലാന്റണി വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടാണ് ഈ വിഷയം മുന്നോട്ട് വെച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞ വളരെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല സമയത്തും ഈ നഗരസഭയിൽ ചെല്ലുമ്പോൾ സെക്രട്ടറി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഉണ്ടാവില്ല. അതുപോലെ എ നോക്കി കഴിഞ്ഞാൽ എ ഉണ്ടാവില്ല, എം ഇ ഉണ്ടാവില്ല, ഒരു ഇ ഉണ്ടാവില്ല, ഒരു ആളും ഉണ്ടാവില്ല. ചാലക്കുടി നഗരസഭയുടെ ഈ പോക്കുണ്ടല്ലോ, ഞാൻ പറയുന്നത് എനിക്ക് കഴിവില്ല, എനിക്ക് ചെയ്യാനായി സാധിക്കില്ല. അന്നത് ചെയ്യാൻ അറിയാവുന്ന ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട, അതും ചെയ്യില്ല. അവിടെ ഇവിടെ ഒക്കെ ആ ഫയൽ എടുക്കരുത്, ഈ ഫയൽ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിർക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന ചില സംഭവങ്ങൾ, അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഷിഫ സന്തോഷ്, അവരിതിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞില്ല, ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു വിചാരിച്ചിരിക്കുക. പലപ്പോഴും UDF-ലെ ഈ വത്സൻ ചമ്പക്കരെ പോലുള്ള കൗൺസിലർമാരെ ഇടപെടലുകൊണ്ടാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ചില സംഭവങ്ങൾ നടക്കുന്നത്. ഇതെന്തൊരു കഷ്ടമാണത്. ഇനി ഈ ക്രിമിറ്റോറിയത്തിൻ്റെ പോക്കുകളിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ചാലക്കുടിക്കാർ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഭരണസമിതിക്കായിരിക്കും. എന്തായിരുന്നാലും വിഷയത്തിൽ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അതിന് AMC ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഉടനെ തന്നെ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ബാസ്കറ്റ്ബോൾ തട്ടിക്കളി ഉണ്ടല്ലോ, ഈ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫയൽ അയക്കുന്നു, അവിടെ നിന്ന് തിരിച്ച് ഹെൽത്തിലേക്ക് വരുന്നു, ഹെൽത്തിൽ നിന്ന് വീണ്ടും അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സെക്രട്ടറിനെ കാണാനില്ല, ചെയർപേഴ്സണെ കാണാനില്ല. എന്ത് കഷ്ടമാണെന്നറിയോ? ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ കുറേ നാളുകൾക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇന്നലത്തെ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ചർച്ചയും അതിലുള്ള ഇടപെടലൊക്കെ നടന്നത്. ചാലക്കുടി നന്നാവട്ടെ. ഇപ്പൊ ബോഡി കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കരിയാണ്. എന്നെ പലരും വിളിച്ചിരുന്നത് എന്റെ അച്ഛന്റെ ബോഡി അവിടെ കരിക്ക് വേഗമാണെന്ന് ഞങ്ങൾ കൊണ്ടുവരുന്നത്. എന്നാ ചോദിക്കുക, അവിടെ സ്മെല്ലും വരുന്നുണ്ട്. ഇപ്പൊ പൂച്ചിരിക്കുന്നത് സ്മെല്ലും ഒന്നും പറയാം ഈ ബോഡി കൊണ്ടത്. ഇത് നവീകരിക്കുന്നതിന് വേണ്ടി, മോട്ടറുകൾ മാറ്റുന്നതിന് വേണ്ടി, ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒരു കത്തയച്ചിട്ട് കുറെ കാലം ആ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നു. അവസാനം ഒരു റിപ്പോർട്ട് ചെയ്തു. ഇത് മാത്രമല്ല, 13 പ്രോജക്റ്റുകള് ഞങ്ങളുടെ കീഴിലല്ലെന്നും അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരെ മാറ്റി നിയമിക്കണമെന്നും പറഞ്ഞ് സെക്രട്ടറിക്ക് കത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കത്ത് തന്നെങ്കിലും സെക്രട്ടറി അത് ഇംപ്ലിമെന്റിംഗ് ഓഫീസറെ മാറ്റി നിയമിച്ച് പ്രോജക്റ്റ് വെച്ച് പെട്ടെന്ന് ശരിയാക്കുന്നു വിചാരിച്ചു. പക്ഷെ ഇപ്പൊ അറിയുന്നത് സെക്രട്ടറി കുറിപ്പ് ചെയ്ത് തിരിച്ചയക്കുന്നതാണ്. അപ്പോ നമ്മുടെ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിന്റെ കാലതാമസം. ഒന്നാമത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ആരാവേണ്ടത്, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ അതോറിറ്റി എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അതാത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന് വേണ്ടേ. ഇപ്പൊ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ ഉദ്യോഗസ്ഥന്റെ HSന് ചെയ്യാവുന്ന പല പ്രവർത്തികളും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുക. HS പറയുന്നത് എന്തെല്ലാം. അപ്പൊ ഇവർക്ക് ഒരു ഡയറക്ഷൻ. ഞാൻ AEയോട് സംസാരിച്ചപ്പോ AE പറഞ്ഞു, ആ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് AEയുടെ എംഎയും ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടി സർക്കാർ സർക്കിളുകളുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഇംപ്ലിമെന്റ് ഓഫീസറായി ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾ അതിന് സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നുണ്ട്. 13 പ്രോജക്റ്റുകളുടെ സെക്രട്ടറിക്ക് കത്ത് കൊടുക്കണേ. അപ്പൊ ഇന്ന് ഞാൻ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിപ്റ്റോറിയത്തിന്റെ വിഷയത്തിലുള്ള ഈ കത്ത് കൊടുത്ത ഇംപ്ലിമെന്റ് ഓഫീസറെ മാറ്റി നിശ്ചയിക്കാനായിട്ട് കത്ത് കൊടുത്തിട്ട് അത് എന്തോ നോട്ട് ചെയ്ത് തിരിച്ചു വിട്ടുന്നതാണ്. സെക്രട്ടറിക്ക് കിട്ടുന്ന ഒരു ഫയൽ വന്ന് നോട്ട് ചെയ്ത് അങ്ങോട്ട് തിരിച്ചയക്കുക. അവിടെ അവർക്ക് പറ്റില്ലാന്ന് ഇവിടേക്ക് തട്ടി കളിക്കുക. ഇത് ജനങ്ങളുടെ ഒരു ആവശ്യമില്ലേ? ഇവിടെ കട്ടി രാഷ്ട്രീയ പേരുവിന്റെ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ തമ്മിൽ ആരാ ചെയ്യുന്നൊരു തീരുമാനം വേണ്ടേ? ഇത് കറക്റ്റ് ആയിട്ടൊരു റൂട്ട്, ഞാൻ കഴിഞ്ഞ ഒരു കൗൺസിലിൽ പറഞ്ഞത്, കൃത്യമായിട്ടൊരു റൂട്ട് മാപ്പിംഗ് നടത്തി ഈ ഫയലുകൾ കൃത്യമായിട്ട് ആരാണ് ഇതിന്റെ ഫയൽ ചെയ്യുന്ന ആളുകളെ നിശ്ചയിക്കാത്തോളം കാലം ജനങ്ങളുടെ ചെരുപ്പ് ഇവിടെ കേരളത്തിൽ നടക്കുള്ളൂ, ഒരു കാര്യം ഇവിടെ നടക്കില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറി ആയാലും ഉദ്യോഗസ്ഥര് കുറച്ചുകൂടി ഇത് ഗൗരവത്തിലെടുത്ത് കാര്യങ്ങൾ ചെയ്യണ്ടായിരുന്നു. സെക്രട്ടറി നടപടിച്ചിട്ടുണ്ട്. സെക്രട്ടറി കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കുറെ കാര്യം കൂടെ പറയാനുണ്ട്. 2 ആഴ്ച കാലം സെക്രട്ടറി എവിടെയാ? ഞാൻ പല കാര്യത്തിന് സെക്രട്ടറി ഇല്ല, സെക്രട്ടറി ലീവാ, എഞ്ചിനീയറിംഗ് ME ഇല്ല, അല്ലെങ്കിൽ AE ഇല്ല, ഒരാളും ഇവിടെ. എന്തൊക്കെ ഇവിടുത്തെ അവസ്ഥ? സാധാരണക്കാരെ പാവങ്ങൾ ഒരു നമ്പർ ഇടാൻ വേണ്ടിട്ട് ഓട്ടോസ് വിളിച്ചോ വണ്ടിക്കാരെ ബസ് കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓഫീസിൽ അല്ലെങ്കിൽ ഓഫീസിൽ പോയാൽ ചൂസിലില്ല. ഈ പാവങ്ങൾ അങ്ങോട്ട് നടക്കാം.
ഓരോ ദിവസവും വരും തിരിച്ചും, ഓരോ ദിവസവും വരും തിരിച്ചും. ബന്ധപ്പെട്ട കൗൺസിലർമാർ ഇതാണ് ഭരണകക്ഷി കൗൺസിലർമാർ എന്നോട് തന്നെ ഈ വെപ്പം പറയാ, ഇവിടെ ആരുമില്ല. എന്തിന്റെ സ്ഥിതി ഇവിടുത്തെ? ഇതിന് നിയന്ത്രിക്കുന്ന ആരാ? നമ്മളെ ജനം തെരഞ്ഞെടുക്കുന്നത് എന്തിനാ? ഉദ്യോഗസ്ഥരെ ഭരിക്കാനും ജനങ്ങളെ സേവിക്കാനാണ് ജനപ്രതിനിധികളെ നമ്മൾ തെരഞ്ഞെടുത്തേണ്ടത്. ആ കാര്യത്തിനകത്ത് എന്തെങ്കിലും നമ്മളെ ബന്ധപ്പെട്ട ഇവിടെ വൈസ് ചെയർമാനും ചെയർപേഴ്സണും ഭരണസമിതി എന്ത് ചെയ്യണം? ഇവരെ കൺട്രോൾ ചെയ്യുന്നൂടെ? ഇവരെ ഈ പണി ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ എന്താ അവസ്ഥ? പാവങ്ങൾ കയറി ഇറങ്ങി നടക്കാണ്. അത് ചോദിക്കുമ്പോൾ എന്താ പറയുക? ഞങ്ങൾ SIR പിന്നാണ്, മറ്റേ മറിച്ചിന് SIR ദിവസങ്ങൾ എത്രയായി? എല്ലാവരും ലീവാ, എല്ലാവരും ലീവ്. ഇവരെ ഉദ്യോഗസ്ഥരെ കൊണ്ട് പണിയെടുപ്പിക്കുക ഇവിടെ ആർക്കും സാധിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട ഈ കൗൺസിലർ ആരോപണം ഉന്നയിച്ചത്. ക്രെഡിറ്റോറിയത്തിന്റെ വിഷയം ഇവിടെ പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പൊ ക്രെഡിറ്റോറിയ വിഷയം അതിഗൗരവമായിട്ട് കാണണം. അതിന് അറ്റകുറ്റപ്പണികൾ ഉടനെ തന്നെ അടിയന്തരമായിട്ട് അതിന്റെ പണികൾ പണികൾ തീർക്കണം. ഈ വിഷയം നമ്മുടെ ഫിൽറ്ററിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് 1.5 ടണ്ണിന്റെ കപ്പാസിറ്റി ഉള്ളൂ. ഇത് 3 ടണ്ണാക്കണം. ഈ പുക മുഴുവനും ഇതിന്റെ ഫിൽറ്ററിംഗിലേക്ക് വന്നിട്ട് അതിന്റെ വെള്ളത്തിന്റെ അടിക്കോളം പോയിട്ട് ഇത് ഫിൽറ്റർ ചെയ്ത് അതിന്റെ കൈകെട്ടിയും കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള ഭാഗമാണ് ഈ പുകയിലേക്ക് തള്ളുക. ഇപ്പൊ സംഭവിക്കുന്ന ഈ വെള്ളത്തിലൊന്നും പോണില്ല. ഇത് നേരിട്ട് പുക അടക്കം ഈ പുകയിലേക്ക് വന്ന് അടിക്കുമ്പോ അവിടെ കരി വന്ന് കൂടി അത് ഹോളറിഞ്ഞു പോയിട്ട് ഈ സാധനം തള്ളുന്നില്ല മുകളിലേക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ അടിഭാഗം ദ്രവിച്ചു പോവാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം. അതുകൊണ്ടാണ് ഈ പ്രഷർ കൂടുതൽ, അത് ഓവർലോഡ് വരുമ്പോ നമ്മളിപ്പോ ഒരു മോട്ടർ പിന്നീട് പമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഭാഗത്ത് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടർ കത്തി പോവില്ലേ? അതിന്റെ ഇംപ്ലിയറിന് കംപ്ലൈന്റ് വരില്ലേ? ഇത് തന്നെയാണ് ഈ മോട്ടോർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചേമ്പറിനെല്ലാം 3 ടണ്ണാക്കണം, 3 ടണ്ണാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല, എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. അത് ചെയ്താൽ മാത്രമേ ശാശ്വതമായിട്ട് ആ പോക്കൽ നിലനിൽക്കുള്ളൂ.